PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാരിന് പിന്മാറുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. BJPയുമായി ഒത്തുതീർപ്പുണ്ടാക്കണമെങ്കിൽ പദ്ധതി തുടരാമെന്നും പദ്ധതി നടപ്പിലാക്കില്ല എന്ന് തീരുമാനമെടുക്കുന്നതിന് സർക്കാരിന് മുന്നിൽ ഒരു തരത്തിലുള്ള നിയമപ്രശ്നവുമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന് അനുവദിച്ചത് SSK ഫണ്ടിൽ നിന്നുള്ള 99.27 കോടി മാത്രമാണ്. സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിലാണ് ആ തുക അനുവദിച്ചതെന്നുള്ളത് രേഖകളിൽ നിന്നും വ്യക്തം. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളിലേക്കും കഴിഞ്ഞ സർക്കാർ കടന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ചും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ചും ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു തടസ്സവും ഇല്ല. അത് സംസ്ഥാനം വിദ്യാഭ്യാസം തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം സംസ്ഥാനത്തിനായതുകൊണ്ട് തന്നെ തീരുമാനിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. PM ശ്രീയും SSK യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒട്ടും മനസ്സിലാക്കാതെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 2 SSK മുഖാന്തരം 92 കോടി രൂപയൊക്കെ അനുവദിച്ചതിൻ്റെ ഞാൻ രേഖ കാണിച്ചല്ലോ. അതിൽ ഒരു സ്ഥലത്ത് പോലും PMCയുടെ കാര്യം പറയുന്നില്ല. 2 പ്രോജക്റ്റാണ്. പ്രശ്നം BJPയുമായി ചേർന്നുകൊണ്ട് BJPയുടെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കണോ വേണ്ടോ എന്നുള്ള സംഗതിയാണ്. അതിന് താല്പര്യം അവർക്കുണ്ട്. അത് ഗവർണറുമായി ഒത്തുകളിച്ചുകൊണ്ട് സെനറ്റ് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്തതിലടക്കം അവരെ വ്യക്തത തെളിയിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ BJPയുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെളിവുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള UDFൻ്റെ താല്പര്യമാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.